നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. PMAയുടെ 10ാമത് വാർഷിക പൊതുയോഗവും 2025-26 വർഷത്തേക്കുള്ള ഭാരവാഹി തിരഞ്ഞെടുപ്പും ഇന്നലെ ബാംബോളി മാതൃഛായ ഹാളിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് സജികുമാർ എസ്, വൈസ് പ്രസിഡന്റ് അലക്സ് ചാക്കോ, സെക്രട്ടറി ജെ സുജീന്ദ്രദാസ്, ജോയിന്റ് സെക്രട്ടറി VB സത്യൻ, ട്രഷറർ ബാബുക്കുട്ടൻ നായർ, ജോയിന്റ് ട്രഷറർ അനു സുരേഷ്, വനിതാ പ്രതിനിധി സുനിത നായർ തുടങ്ങി 21 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ഇതേ യോഗത്തിൽ തന്നെ അംഗങ്ങളുടെ നോർക്ക തിരിച്ചറിയൽ കാർഡുകളും വിതരണം ചെയ്തു. ഗോവ നിയമസഭയുടെ 3 ദിവസത്തെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ബുധനാഴ്ച സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ അവതരിപ്പിക്കും. ആദ്യ 2 ദിവസങ്ങളിൽ ഗവർണറുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കും. മൊത്തം 728 ചോദ്യങ്ങൾ സമർപ്പിക്കപ്പെട്ടു. ഗോവ സ്റ്റേറ്റ് റിസർച്ച് ഫൗണ്ടേഷൻ ഭേദഗതി ബിൽ 2025, ഗോവ സ്വകാര്യ സർവകലാശാലകൾ ഭേദഗതി ബിൽ 2025, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിർബന്ധിത അറിയിപ്പ് ബിൽ 2025 തുടങ്ങിയ ബില്ലുകൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്യും. പ്രതിപക്ഷ MLA മാർ വെള്ളിയാഴ്ച യോഗം ചേർന്ന് സർക്കാരിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. ജലക്ഷാമം, മോശം റോഡുകൾ, സാമ്പത്തിക പ്രതിസന്ധി, കുറ്റകൃത്യങ്ങൾ, നിയമവ്യവസ്ഥ, ബലാത്സംഗം, കൊലപാതകം, റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് തുടങ്ങിയവയിൽ സർക്കാരിനെ വെല്ലുവിളിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് യൂറി അലേമാവോ പറഞ്ഞു. നടത്താനിരിക്കുന്ന സാമ്പത്തിക സർവേയെക്കുറിച്ചും ചർച്ചകൾ നടന്നേക്കാം. കൊച്ചിയിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച യുവാവിന്റെ കാറിടിച്ച് ഗോവ സ്വദേശിനിയായ യുവതിക്ക് പരിക്കേറ്റു. മാർച്ച് 23 നടന്ന അപകടത്തിൽ ചാലക്കുടി സ്വദേശി യാസിർ എന്ന യുവാവ് അമിത വേഗത്തിൽ കാർ ഓടിച്ച് നിയന്ത്രണം വിട്ടതാണ് കാരണം. പരിക്കേറ്റ ഓൾഡ് ഗോവയിൽ നിന്നുള്ള ജെയ്സൽ ഗോംസിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മദ്യപിച്ച് വാഹനമോടിക്കുന്നത് തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഗോവയിൽ നിന്നുള്ള ടൂറിസ്റ്റായ യുവതി കൊച്ചിയിൽ വിനോദയാത്രയ്ക്കെത്തിയതായിരുന്നു. അപകടത്തെ തുടർന്ന് പ്രദേശവാസികൾ യുവാവിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. ശിക്ഷാനികേതൻ, നിഷാസ് പ്ലേ സ്കൂൾ എന്നിവയുടെ നേതൃത്വത്തിൽ 40-ലധികം കുട്ടികൾ മാണ്ഡോവി നദി നീന്തിക്കടന്നു. ഗോവയിൽ നടന്ന ഈ ധീരമായ സംരംഭം കുട്ടികളുടെ നീന്തൽ പരിശീലനത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച നടന്ന പരിപാടിയിൽ കുട്ടികൾ സുരക്ഷിതമായി നദി മുറിച്ചു കടന്നു. മാതാപിതാക്കളും പരിശീലകരും അകമ്പടി നിന്നു. ജീവിത നൈപുണ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഈ സംരംഭം ഏറെ ശ്രദ്ധ നേടി. ആലപ്പുഴയിൽ ഹോട്ടൽ അടിച്ചു തകർത്ത വിദേശി ടൂറിസ്റ്റ് ഗോവയിലെത്തി. UK പൗരനായ ജാക്ക് ബ്ലാക്ക്ബോണാണ് ഹോട്ടലിന്റെ ഗ്ലാസ് അടിച്ചു തകർത്ത് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തത്. ബുധനാഴ്ച രാവിലെ 10 മണിക്കാണ് സംഭവം നടന്നത്. കളഞ്ഞുപോയ ഫോൺ തിരികെ വാങ്ങാൻ ഇയാൾ ഹോട്ടലിലെത്തിയപ്പോഴാണ് ആക്രമണം നടത്തിയത്. തുടർന്ന് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് നഷ്ടപരിഹാരമായി ഹോട്ടൽ ഉടമ 15,000 രൂപ ആവശ്യപ്പെട്ടത് നൽകിയതിനാൽ UK പൗരനെ ഗോവയിലേക്ക് മടങ്ങാൻ അനുവദിച്ചു. കഴിഞ്ഞ 15 ദിവസമായി ആലപ്പുഴയിലുള്ള ജാക്കിന്റെ ഭാഗത്തുനിന്നും ഇതിനു മുൻപും അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. KPMൽ ഭവാനി ഗോൾഡ് ഷോപ്പിൽ ഞെട്ടിക്കുന്ന മോഷണം. ഞായറാഴ്ച 3 അജ്ഞാത സ്ത്രീകൾ വ്യാജ ഉപഭോക്താക്കളായി കടയിൽ കയറി ജീവനക്കാരുടെ ശ്രദ്ധ തിരിച്ച് 2,52,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടെ PSI ദിഗംബർ ബോൺഡ്രെ അന്വേഷണം ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന ഈ സംഭവത്തിൽ മോഷ്ടാക്കൾ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചതായി കരുതുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മോഷണം തടയാനായില്ല. പ്രദേശത്തെ വ്യാപാരികൾക്കിടയിൽ ഭീതി പടർന്നിരിക്കുകയാണ്. സുരക്ഷാ ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. പോലീസ് CCTV വിശകലനം ചെയ്ത് പ്രതികളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഗതാഗത ഡയറക്ടറേറ്റ് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റുകൾ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആലോചിക്കുന്നു. ഇത്തരം വാഹനങ്ങൾ കുറഞ്ഞത് 15 ദിവസത്തേക്ക് കസ്റ്റഡിയിലെടുക്കും. ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശം ലഭിക്കും. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരം പിഴ അടച്ചതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ വിട്ടുകൊടുക്കൂവെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. കസ്റ്റഡി കാലയളവിൽ വാഹനത്തിന്റെ സുരക്ഷ ഉടമയുടെ ഉത്തരവാദിത്തമായിരിക്കും. നിരവധി ഉടമകൾ മുന്നറിയിപ്പുകൾക്കും ബോധവൽക്കരണത്തിന് ശേഷവും അലക്ഷ്യമായി തുടരുന്നു. അതിനാൽ കർശന ശിക്ഷ വേണമെന്നാണ് ആലോചിക്കുന്നത്. ഫെബ്രുവരി 1 ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് ഡയറക്ടർ പ്രവിമൽ അഭിഷേക് HSRP ഘടിപ്പിക്കാൻ പൊതു നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. SIAM.in എന്ന പോർട്ടൽ വഴി ഓർഡർ ചെയ്യാമെന്നും അദ്ദേഹം അറിയിച്ചു. HSRP ഉപയോഗിച്ച് AI ക്യാമറകൾ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയുന്നു. ഇത് വാഹനമോഷണം തടയാനും സഹായിക്കും. എന്നാൽ 40% വാഹനങ്ങൾ ഇപ്പോഴും HSRP ഇല്ലാതെയാണ് ഓടുന്നത്. ഗോവയിൽ 100 ദിവസത്തെ TB നിർമ്മാർജ്ജന ക്യാമ്പയിനിൽ 581 പുതിയ TB കേസുകൾ കണ്ടെത്തി. ഡിസംബർ 7 മുതൽ മാർച്ച് 17 വരെ നടന്ന ഈ ക്യാമ്പയിന്റെ ഭാഗമായി രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ ലഭിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. പൊതുജനങ്ങളിലും ദുർബല വിഭാഗങ്ങളിലും നിന്നാണ് ഈ കേസുകൾ കണ്ടെത്തിയത്.
TB-യുമായി ബന്ധപ്പെട്ട സാമൂഹിക സ്റ്റിഗ്മ രോഗം നേരത്തെ കണ്ടെത്തുന്നതിന് തടസ്സമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. NAAT, TCY-TB പോലുള്ള നൂതന പരിശോധനകൾ ഉപയോഗിച്ച് ഗോവ രോഗനിർണയം ശക്തമാക്കി. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.